നരേന്ദ്രമോദിജി കാണുക. അടുത്ത ചോദ്യമാണ് എന്നെ ടച്ച് ചെയ്യിക്കുന്നത്. കണ്ണൂരിൽ നമ്മുടെ പ്രവർത്തകർ എങ്ങനെയാണ്? അത്രമേൽ അദ്ദേഹം അന്നോട്ട് കേരളത്തെ ശ്രദ്ധിക്കുന്നു, വാച്ച് ചെയ്യുന്നു. ചില കാര്യങ്ങൾ രഹസ്യമാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കും. ഈ സുരേഷ് ചേട്ടന്റെ കാര്യം പറയുമ്പോൾ സുരേഷ് ചേട്ടനെ പരിചയപ്പെടുത്തിയത് പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തിയത് നിർമ്മല മനുഷ്യനാണ്. ഭയങ്കര അഹങ്കാരിയാണെന്നാണ് പൊതുവെ എല്ലാവരും. അയ്യോ, അത് പഞ്ചസാര കഴിച്ചു നോക്കിയല്ലേ മധുരമെന്ന് മനസ്സിലാവുള്ളൂ. നിവേദനം കൊടുത്താൽ വാങ്ങിക്കില്ല, തട്ടിക്കളി ഞാൻ കണ്ടിട്ടുണ്ട്. അത് പുള്ളി ചെയ്യുന്നുണ്ടെന്നറിയും. നമ്മുടെ വീട്ടിലേക്കുള്ള വഴികളൊക്കെ നന്നായിരിക്കണം എന്നാണ്. ആണുങ്ങൾ ചൂരെടുക്കുക എന്ന് പറഞ്ഞൊരു നാണക്കേടാ. അദ്ദേഹം വന്ന് സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിത് കുറേ 30-32 വർഷങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ. അല്ലെ, അപ്പോൾ തോൽവി ഉണ്ടാവും ജീവിതത്തിൽ, പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് വിജയം വരും. നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. അടൽ ബിഹാരി വാജ്പേയിൻ്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. ജയപ്രകാശ് നഡ്ഡാജി അദ്ദേഹം വന്നിറങ്ങിക്കഴിഞ്ഞാൽ, എയർപോർട്ടിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ മുത്തു കഹാ എന്ന് ചോദിക്കും. മുത്തു ചോദിച്ചു. ഞാൻ വാസ്തവിച്ചു. എന്നിട്ട് അദ്ദേഹം ചേർത്ത് വിളിച്ചു, आपको याद है कितना दोस्त आपने मुझे खिलाया, याद है आपको? आपने सोचा? നിർമ്മല സീതാരാമൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയോ? ബാജി അത് ഇങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. ബിനോയ് വിശ്വം ഞാൻ കടത്തു വന്നത് സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഒന്നിച്ച്. ചന്ദന ചർച്ചിത നീലകളേബരം. അല്ലേ മുത്തുചേട്ടാ? നമസ്കാരം. സത്യം പറഞ്ഞാൽ നിങ്ങളത് കാണാനായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ നിങ്ങളിങ്ങനെ തൂത്തോണ്ടിരിക്കുന്ന കാണുന്നത് ഒന്ന് കണക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചി കോർപ്പറേഷനിലെ 10ാം ഡിവിഷനായ രവിപുരത്ത് മത്സരിക്കുന്ന എൻഡിഎയുടെ സ്ഥാനാർത്ഥിയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട മുത്തു CG രാജഗോപാൽ. ചേട്ടാ എങ്ങനെയുണ്ട് ഈ റോഡൊക്കെ തൂത്തോണ്ടിരിക്കുന്നത്? എന്താ സാധാരണ എല്ലാം മിറ്റം തൂക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ വൃത്തി വേണം, അതുപോലെ വീട്ടിലേക്ക് വരുന്ന വഴിയും വൃത്തി വേണം. ഇപ്പോൾ റോഡ് നല്ല റോഡായിട്ട് കാണുമ്പോൾ വരുന്ന ആളുകൾക്കൊരു സുഖമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് വെച്ചല്ലേ, നമ്മുടെ വീട്ടിലേക്കുള്ള വഴികളൊക്കെ നന്നായിരിക്കണം എന്നാണ് എൻ്റെ ഒരു സ്വപ്നമുണ്ട്. നമ്മുടെ നഗരം സുന്ദരമായിരിക്കണമെന്ന്. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് അത് രസം. അതിൽ പറയാണ്ട് പീയൂഷ്, അതിലൊരു രസം ഉണ്ടെന്ന് വെച്ചാലേ, ഞാനിത് 90കളിൽ തുടങ്ങിയാണ്, 91-ലൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വഴി വഴക്ക് പറയും, പറയുന്നത് നാച്ചുറലാണല്ലോ, റോഡ് അടിക്കാൻ പോകണമെന്ന് വെച്ചിട്ട് വേറെ പണിയില്ല നിങ്ങൾക്കെന്ന് പറയും. പറയാനില്ല. അപ്പോൾ പണ്ട് ഇതൊക്കെ ഇത്രയും വലിയ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇടവഴിയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച അപ്പോൾ ആണുങ്ങൾ ചൂരെടുക്കാന്ന് പറഞ്ഞൊരു നാണക്കേടാ, കുടുംബം മുടിഞ്ഞു പോകുന്നൊക്കെ പറയും പണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തൂത്തുണ്ട് കേട്ടോ. ഉണ്ട്, കറക്റ്റാണ്. അപ്പോൾ എന്ന് വെച്ചാൽ പണ്ട് അങ്ങനെ പറയും. അപ്പം ഞാനിത് പണ്ട് ആളുകളൊക്കെ പോകാൻ നേരത്ത് നമ്മൾ ഷർട്ട് ഇടാണ്ട് വന്നിട്ടാണല്ലോ വന്നത്. അപ്പോൾ ആളുകളൊക്കെ കാണാൻ നേരത്ത് ഞായറാഴ്ച ആളുകളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞായറാഴ്ച അപ്പോൾ ആളുകൾ വരാമെന്ന് വെച്ചാൽ ഇടവഴി കയറി നിൽക്കും. എനിക്കൊന്നൊരു നാണമായിരുന്നു. ഇങ്ങനെ ആളുകൾ പറയുമല്ലോ, അയ്യേ റോഡ് അടിക്കാൻ നിൽക്കുന്നു മറ്റേന്നൊക്കെ പറയുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രയോഗമുണ്ട്, കഞ്ഞിയാണ് ഏറ്റവും നല്ല ഭക്ഷണം അല്ലേ നമ്മുടെ നാട്ടിലെ. പക്ഷെ പറയുമ്പോൾ എന്താ പറയാ, കഞ്ഞി എന്ന് പറയും. അവൻ കഞ്ഞിയാണെന്ന് പറയും, വെറും കഞ്ഞിയാന്ന് പറയും. ഏറ്റവും നല്ല ഭക്ഷണമാണ് കഞ്ഞി. പനി വരുമ്പോൾ നമുക്ക് ആരോഗ്യം കഞ്ഞി. അപ്പോൾ ആ സമയത്ത് ഞാനപ്പോൾ നേരെ ഇടവഴി കയറിയിരിക്കും. അപ്പോൾ ആളുകൾ അങ്ങനെ ഫിലോമിന ചേച്ചി പോകും, ത്രേസാമി ചേച്ചിയൊക്കെ പോകും. കാരണം ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന ദിവസമാണല്ലോ, മറ്റത് കോമൺ ദിവസമാണ്. അപ്പോൾ ഞാൻ അവർ വരാൻ നേരത്ത് ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ ഒക്കെ പോകാൻ നേരത്ത്, പ്രായമുള്ളവർ പോകാൻ നേരത്ത് ചൂലെടുത്ത് നിൽക്കുന്നത് ഒരു തമാശയാണെന്ന് തോന്നും. അപ്പോൾ ഞാൻ ഇടവഴിയിലേക്ക് കയറിക്കും. അവർ പോകാൻ നേരത്ത് വീണ്ടും ഇറങ്ങും. ഈ ആമ പോകുമ്പോൾ ആമ ഇടയ്ക്ക് തല വലിക്കില്ലേ, അതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പ്രക്രിയ തുടർന്നു. പിന്നെ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നത് ഒരു പ്രൗഡായിട്ട് എനിക്ക് തന്നെ തോന്നി, ഇത് അങ്ങനെ തെറ്റില്ലാത്തൊരു കാര്യമല്ല ഇങ്ങനെ ചെയ്യും. പിന്നെയാണ് നമ്മുടെ അതുല്യനായ അനശ്വരനായ ലോകാരാധനായ, ഇനി എന്തൊക്കെ വിശേഷണം വേണമെങ്കിലും വയ്ക്കാം, കാരണം ഞാൻ നോക്കിയിട്ടുണ്ട്, അദ്ദേഹം ഒന്ന് സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് ഞാനിത് കുറേ 30-32 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ചെയ്തു എന്നല്ല പറയുന്നത്, മഹത്തരമായ പല ആളുകൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ മുത്തച്ഛൻ ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വീടടിക്കുന്നു, പണ്ട് കുളം വെട്ടുന്നു, ഞാൻ പഠിച്ചത് അവരിലൂടെയാണ്. എൻ്റെ തലമുറകളിൽ ഞാൻ കണ്ടു, എൻ്റെ മുത്തച്ഛൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു. ആ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്, അതായത് ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ ഉണ്ടേ,
എനിക്കൊരു എല്ലാത്തിനും ഒരു പട്ടാള പക്ഷെ ഒരു പോലീസുകാരന്റെ ഒരു ഗാംഭീര്യം ഒന്നുമില്ല, ഒരു സാധാരണക്കാരനെ പോലെ നിഷ്കളങ്കനായ മനുഷ്യനെ പോലെ പോലീസുകാർ നല്ല എപ്പോഴും മനുഷ്യരാണ്. കണ്ടിട്ടുള്ളത്. ഈ പോലീസുകാർ നല്ലവരാട്ടോ, എനിക്കറിയാം. കാരണം വെച്ചാൽ എൻ്റെ പിതാവ്, ഞാൻ ആദ്യം കാണുന്നത് എന്താണെന്നറിയോ, ഈ നാട്ടിൽ എന്ത് കാര്യം പറഞ്ഞാൽ പോലീസുകാരുടെ മെക്കെട്ട് കയറും. പോലീസ് നല്ല ആൾക്കാരുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഒരു നാണയത്തിന് ഇരുവശം എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം മനുഷ്യർ നല്ലതാണ്. മോർണിംഗ്. ഇപ്പം എവിടെയല്ലേ പഠിക്കുന്നത്? ലൂർദിൽ അല്ലേ? ആ, ഇപ്പം ഏതാ അച്ഛനാ ഡയറക്ടർ അച്ഛൻ? നമ്മുടെ സെക്യൂർ അച്ഛൻ. ഓക്കെ ശരി. എന്താണ് ഇന്ന് കൂടുതൽ വന്നാ അല്ലേ ഇവിടെ ഏൽപ്പിക്കാൻ അല്ലേ? ഇപ്പം എത്ര കുട്ടികളുണ്ട് ഇപ്പോൾ? നല്ലതാണ്. വഴി കൂടെ പോകുന്നവരെ എല്ലാവരെയും പരിചയമാണല്ലേ? അയ്യോ, എൻ്റെ എന്താ പറയാ, ഹൃദയമാണ്. എറണാകുളത്ത് അറിയാത്തതായിട്ട് ആരും ഇല്ല. അല്ല, എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കാണുന്നത് എനിക്ക് ആളുകളെ പേരെടുത്ത് വിളിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് വൈഡായിട്ട് പോകും. എനിക്ക് ആളുകളെ പേര് ഞാൻ വിട്ടുപോകുന്നത് പോലെ കുറച്ച് അത്ര സ്പ്രെഡ് തലയില്ല. അപ്പോൾ എന്നെ ഇന്നലെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, എത്ര പേരുടെ പേര് ഓർക്കുമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ രവിപുരത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ ഞാനിപ്പോൾ ആളുകളെ മനസ്സിലാക്കി. നീന ചേച്ചി, റോസി ചേച്ചി, അങ്ങനെ ശ്രീദേവി, ലക്ഷ്മി ചേച്ചി ഒക്കെ. അപ്പോൾ മാണിക്കത്ത് രാധ ചേച്ചിയൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു കഴിവായിരിക്കും, നമ്മുടെ ഒരു കഴിവല്ല. അപ്പോൾ കൊച്ചിയും ഇവിടുത്തെ ജനങ്ങളും രണ്ടല്ല, ഞാൻ ഒന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയെന്ന് വെച്ചാൽ, ഞാൻ എവിടെയെങ്കിലും പോയി പറയുമ്പോഴല്ലോ, ഇപ്പോൾ 3 ദിവസത്തെ ട്രിപ്പിനൊക്കെ പറഞ്ഞു പോകും, ഞാൻ 2 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്ത് കൊച്ചിയിലേക്ക് വരും. അത് വെച്ചാൽ കൊച്ചിയിൽ നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിറങ്ങുമ്പോണ്ടല്ലോ ഒരു ആശ്വാസം, ഒരു എന്താ പറയാ, നമ്മുടെ വീട്ടിലേക്ക് വന്നിറങ്ങി. അതെ അതെ. സ്പാട്ടൻ ചേട്ടാ എവിടെ പോയത്? ആണോ? ഇപ്പൊ കളി ഷട്ടില് കളി ഇവിടെ സ്കൂളിലല്ലേ? നോയല്ലേ? താരമാണ്. ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യാൻ, ഇവർ ഷട്ടിലൊക്കെ കണ്ട് കളിക്കുന്ന അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഇവര് ഫാമിലി മൊത്തം സ്പാട്ടൻ ചേട്ടൻ, സിമ്മി ചേട്ടൻ, സിംസൺ, നിലവരത്ത് കണ്ട. അടിപൊളി. ഇനി സംശയമില്ലോ, മറുനാടൻ മലയാളിയുടെ റിപ്പോർട്ടറാണ് പീയൂഷിനെ. ഏട്ടാ സ്പാട്ടൻ ചേട്ടാ, അത്രയധികം ഒരു ആരാധകനാണെന്ന് എന്താ പറയാ. അതെ പക്ഷെ അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്നും വിശ്വസിക്കാത്ത. അടിപൊളി. പീയൂഷേ ഇവിടെ ചോദിച്ചു നോക്കൂ, എനിക്ക് എല്ലാരും പേരെടുത്ത് വിളിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചു നോക്കൂ. ആണോ? സത്യമാണോ പറയാതെ? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, പള്ളിപ്പെരുന്നാളായില്ലേ? അത് കുഴപ്പമില്ല, എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ജനകീയനാണ്. എല്ലാവരും എല്ലാ ആവശ്യത്തിനും ചെന്നിട്ട് സഹായിക്കണ ഇതല്ലോണം നന്നായിട്ട്. അപ്പൊ ഈ രാവിലെ എത്ര മണിയാകുമ്പോഴത്തേക്ക് ഈ ഇതൊക്കെ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ സമയത്തിന് എല്ലാത്തിനും പട്ടാള ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ എൻ്റെ ലൈഫിന് എൻ്റെ സമയം നിർണ്ണയിക്കുന്നത് ഞാനല്ല, എൻ്റെ സമയം നിർണ്ണയിക്കുന്നത് കൊച്ചിക്കാരാണ്. ആദ്യം ആരുമായിരുന്നു പ്രയോറിറ്റി നോക്കും. ഹോസ്പിറ്റൽ കേസ് പ്രയോറിറ്റി, പിന്നെ റേഷൻ ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ മരുന്ന്. എനിക്കൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അതെവിടെയാ? ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്. പിന്നെ അതിൽ കൂടെ കൂട്ടിച്ചേർക്കാവുന്ന സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വച്ഛ ഭാരത് പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി അവിടെ വിട്ടുപോയി. ഞാൻ പ്രധാനമന്ത്രി പറഞ്ഞതിലുണ്ട് സ്വച്ഛ ഭാരത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷെ അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കി. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, ഞാനിത് ചെയ്തത് ഇങ്ങനൊരു കാര്യമാണ്. അപ്പോൾ അതിന് അദ്ദേഹം അദ്ദേഹം അതിനു മുമ്പ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അറിയാതെ ചെയ്തൊരു സാധനമാണത്. അപ്പോൾ അതൊരു വലിയ മഹത്തരമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. അത് നല്ല രീതിയിൽ അദ്ദേഹം ഇത് ആരാണ് ചേട്ടൻ ഇങ്ങനെ വൃത്തിയാക്കണമെന്നൊക്കെ ഒരു അഡ്വൈസ് തന്നത്? അല്ലല്ല, ആരും അഡ്വൈസ് ഇല്ല. എൻ്റെ മുത്തച്ഛൻ ചെയ്യണ കണ്ടിട്ടുണ്ട്, പിന്നെ എൻ്റെ അച്ഛൻ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ വളരെ നീറ്റായിട്ടായിരിക്കും. ഇപ്പൊ കണ്ടു, എനിക്ക് രാത്രി കിടക്കണമെങ്കിൽ ഇപ്പൊ പ്രശ്നം അറിയോ, ഇങ്ങനെ ഈ ഡ്രസ്സ് കാണും. അപ്പോൾ വെള്ളയും എന്ന് വെച്ചാൽ വെള്ളയ്ക്ക് 2 കാര്യമുണ്ട്. ഞാൻ വെള്ള ഡ്രസ്സ് കൊടുക്കാൻ. ഞാനൊരു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. വെള്ള എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് നല്ല ഷർട്ടിനോടൊക്കെ നല്ല ഭ്രമമാണ്. കമ്പനിയാണല്ലോ, ഒരു ഫോറിൻ ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ലൂയി ഫിലിപ്പിൻ്റെ ലൂയി ഫിലിപ്പിൻ്റെ ഷർട്ട്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തോന്നുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് ആർഭാണ്. അപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആ ഭ്രമത്തെ ഞാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കണ്ടതാണ് ശുഭവസ്ത്രം. അപ്പോൾ 2 ഷർട്ട് ഉണ്ടെങ്കിൽ മതി. പിന്നെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായി ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇതിലേക്ക് വന്നപ്പോൾ
സാമ്പത്തികമായിട്ട് ഷർട്ട് മേടിക്കാൻ ഒന്നും പൈസ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വെള്ള അങ്ങനെയാക്കി. പിന്നെ എൻ്റെ അമ്മയ്ക്കും ഒരു സമർപ്പണമാക്കി. കാരണം എൻ്റെ അമ്മ സാധാ സിമ്പിൾ സാരി ഉടുക്കുള്ളൂ. അപ്പോൾ സാധാരണ പട്ട് സാരിയൊക്കെ ആരെ കൊടുത്താലും എൻ്റെ അമ്മ വെള്ള ബ്ലൗസ് ഇടുള്ളൂ. അപ്പോൾ 2 കാര്യത്തിനായി. ഒന്ന് അമ്മയ്ക്കായി, പിന്നെ ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ. കാരണം വെള്ളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2 പേരുണ്ടെങ്കിൽ 3 പേരെ അറിയില്ല. അതെ അതെ. അപ്പോൾ അതിനു വേണ്ടി ചോദിച്ചാണ്. ഒരു യുണീക്കാണ്. ആ യുണീക്കായി. പിന്നെ ഒരു പ്ലസൻ്റ് ആണ്. എൻ്റെ അടുത്ത് ആരും ചോദിക്കില്ല 2 ഷർട്ടുണ്ട് 3 ഷർട്ടുണ്ട്. കാരണം മറ്റേത് അറിയും, ഇതൊന്ന് അലക്കി തേച്ച് ഇടുന്നുണ്ട്. എനിക്ക് അങ്ങനെ രസകരമായിട്ട് ഒരു അനുഭവം കൂടി ഉണ്ട്. ഒരിക്കലും ഞാനും കുമ്മനൊക്കെ ഒരു യാത്ര നടത്തി, കുമ്മൻ രാജേട്ടനൊക്കെ. അപ്പോൾ രാജേട്ടൻ്റെ കാര്യം അറിയാമല്ലോ, പിടിച്ചപ്പം കൊണ്ടുപോകും. ഭയങ്കര രസമാണ്. അപ്പോൾ യാത്ര പോയി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടായുള്ളൂ. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ അന്ന് പൈസ ഇല്ലല്ലോ, കുറേ വർഷങ്ങൾക്ക് മുന്നേ കഥയാണ്. അപ്പോൾ ഈ മുണ്ട് കൊടുക്കും, എടുത്ത ഷർട്ട് ഇട്ട് കഴുകും. ഏതെങ്കിലും പള്ളിപ്പറമ്പോ അമ്പലപ്പറമ്പിൽ ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ സംഘടനയിൽ ഇതേപോലത്തെ കുറേ ആളുകൾ ഉണ്ടായിട്ട്, അപ്പോൾ ചിലപ്പോൾ RSS എന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും. ഞാനത് RSS എന്ന് മാത്രം പറയില്ല, കമ്മ്യൂണിസ്റ്റിലുണ്ടാവും, കോൺഗ്രസ്സിലും ഉണ്ടാവും. ഒരുപാട് ആളുകൾ ത്യാഗം സഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നമ്മൾ ചെയ്തതൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അനുഭവങ്ങൾ, പാവപ്പെട്ടവർ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കോളനിയിൽ പോകുമ്പോൾ അവരുടെയൊക്കെ ദുഃഖം കാണുമ്പോൾ, 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ. അപ്പോൾ അതൊക്കെ കൊണ്ടപ്പോൾ ഞാനും എൻ്റെ ലൈഫിലേക്ക് അത് ശരിക്ക് എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു രസം എന്ന് വെച്ചാൽ, നല്ല സന്തോഷം വരുമ്പോൾ ചെറിയ ഐസ്ക്രീം കഴിക്കും, ഒരു സ്കൂപ്പ്. സങ്കടം വരുമ്പോഴും പോയിട്ട് ഒന്ന് കഴിക്കും. അത് എൻ്റെ ഏറ്റവും ഒരു ഭയങ്കര അത് സുഹൃത്തുക്കൾ, കോളേജ് മേറ്റ്സ്, പിന്നെ എൻ്റെ സ്കൂൾ മേറ്റ്സ്, കുട്ടിക്കാലത്തുള്ളവർ, പിന്നെ എൻ്റെ നാട്ടിലെ ആളുകൾ, ആൽബി, റോബി, ഇവിടെ കളിച്ച് വളർന്ന സ്ഥലമാണ് ഇവിടെ. പണ്ടൊരു പദം, ഒരു കുടത്തിന് എന്താ പറയുകയെന്ന് അറിയോ? പഴയൊരു പദമുണ്ട് ഈ നാട്ടിൽ, മാട്ടം, അലുമിനിയം മാട്ടം. പക്ഷേ ഈ ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ കള്ള് ചെത്തുമ്പോൾ കമ്പത്തുന്ന ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല രസകരമായ ഉണ്ട്. ഇവിടുത്തെ ഗ്രാമം ഉണ്ടായിരുന്നു, ഇവിടെ ചീര പാടങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്നെ ഇതിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ നാടും നഗരവും എന്നെ സ്വാധീനിച്ച്, ഇവിടുത്തെ ജനങ്ങൾ എന്നെ വളരെയായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലെ ഞാൻ അങ്ങ് വളർന്ന് ആളുകളോടൊപ്പം നിന്നപ്പോൾ സാനു മാഷെ പോലെയുള്ള ഡോക്ടർ CK രാമചന്ദ്രൻ, അവരൊക്കെ സന്തത സഹചാരിയായിരുന്നു. അയ്യോ ചേട്ടാ അതെ രണ്ടുപേരും അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരടുത്ത് എത്താൻ എനിക്ക് സാധിച്ചു. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, എല്ലാവരും പറയുന്നത് വെച്ചാൽ, തുടക്കം ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പഠിച്ച് 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, തോൽവി ഉണ്ടാകും ജീവിതത്തിൽ. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് വിജയം വരും. നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുക, നിങ്ങൾ പരാജയപ്പെടുന്ന രീതി വരും. എബ്രഹാം ലിങ്കൺ ഇല്ലേ, എത്ര ഇലക്ഷന് തോറ്റിട്ടുണ്ട്. രാജഗോപാൽ ഉൾപ്പെടെയുള്ള എത്ര ആളുകൾ. ഇവൻ നമ്മുടെ സുരേഷ് ഏട്ടൻ ആദ്യം അനുസരിച്ചപ്പോൾ തോറ്റു ഇല്ലേ. പക്ഷെ അവിടെ നിന്ന് 75,000 വോട്ടിനാണ് കേരളത്തിലാണ്, തമിഴ്നാട്ടിലല്ലേ, കേരളത്തിൽ BJPക്ക് ഈ ഭൂരിപക്ഷത്തോടെ ഉണ്ടായി. അതും ആളുകൾ ചിന്തിക്കണം, കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിനെ പോലത്തെ ആളുകൾ പ്രസ്ഥാനത്തിൽ വന്നു. അദ്ദേഹത്തെ പോലെ ആളുകൾ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ മറക്കാത്ത ഒരൊറ്റ കാര്യമുണ്ട്, KG മാരാർ ഉൾപ്പെടെയുള്ള ആളുകൾ, PP മൂന്തേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരാണ്. ഈ സുരേഷ് ചേട്ടന്റെ കാര്യം പറയുമ്പോൾ, സുരേഷ് ചേട്ടനെ പരിചയപ്പെടുത്തിയത്, പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തിയത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോയി. അദ്ദേഹം എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയാണ്. ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിയാൻ, ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വിമർശിക്കും. ഒരു ശുദ്ധ നിർമ്മല മനുഷ്യനാണ്. ഭയങ്കര അഹങ്കാരിയാണെന്നാണ് പൊതുവെ എല്ലാവരും. അത് പഞ്ചസാര കഴിച്ചു നോക്കിയാലേ മധുരമെന്ന് മനസ്സിലാവുള്ളൂ. അല്ല, പലരും തെറ്റിദ്ധരിച്ചത് അങ്ങനെ. അല്ല, അവരൊക്കെ മാറിയിട്ടുണ്ട്. അവരൊക്കെ മാറി. ഇത്ര എൻ്റെ അടുത്ത് തന്നെ ചിലപ്പോൾ ഇങ്ങനെ നോക്കും പുള്ളി, ദേഷ്യപ്പെട്ട് നോക്കും. അപ്പോൾ പുള്ളി തീരുമാനമാണ്. പക്ഷെ അടുത്ത വന്നിട്ട് പുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ അടുത്ത മൂവ്മെന്റ് പുള്ളിയുടെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തായിരിക്കും. അദ്ദേഹത്തിന് ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരന്. ഇപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രാഷ്ട്രീയ, പുള്ളിക്ക് അതല്ല, പുള്ളിയുടെ ലൈഫ് സിനിമയാണ്. അപ്പോൾ സിനിമയിൽ അഭിനയിച്ച ഒരു ഫീൽഡിൽ കുറേ ആൾ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു കമൻറ്റ് ആളുകൾ മോശം പറയും, നിവേദനം കൊടുത്താൽ വാങ്ങിക്കില്ല, തട്ടിക്കളയും, ഞാൻ കണ്ടിട്ടുണ്ട്. അത് പുള്ളി ചെയ്യുന്നത് എന്താണെന്നറിയോ? എനിക്കൊരിക്കൽ തോന്നി, എനിക്കൊരു തെറ്റിദ്ധാരണ തോന്നി പുള്ളിയെക്കുറിച്ച്. എന്താ സുരേഷ് ഏട്ടൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. കാരണം ഞാനൊക്കെ തന്നില്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അത് നമ്മൾ വളർന്ന സാഹചര്യം. പക്ഷെ അദ്ദേഹം പറയണത് എന്താണെന്നറിയോ?
നിങ്ങൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ തന്നിട്ട് പെട്ടെന്ന് അറിയാതെ ഈ സാധനം വണ്ടിയിൽ എവിടെയെങ്കിലും മാറും. അതേസമയം നിങ്ങൾക്കൊരു മെയിലോ ഇതിലേക്ക് നിങ്ങളുടെ ഓഫീസിലേക്ക് അയച്ചു കറക്റ്റ് റൂട്ട് വന്നാൽ കിട്ടും. കറക്റ്റ് റൂട്ടിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കും. അദ്ദേഹം അത്ര കാര്യം നടക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രമായിരിക്കും പ്രചരിക്കുന്നത്. ഒറ്റ സാധനം അദ്ദേഹം ഇങ്ങനെ പറയുന്ന കാണുമായിരിക്കും, അടുത്ത പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സുരേഷ് ഗോപി തട്ടി ആണ് പറയുന്നത്. പിന്നെ അത് രഹസ്യമായിട്ട് പലരെയും, അതായത് പരസ്യമാക്കാതെ രഹസ്യമായിട്ട് സഹായിക്കുന്നുണ്ടല്ലേ? ഈ രഹസ്യമല്ല, എനിക്കറിയാം എത്ര ആളുകളെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയും. അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുന്നേ ഉള്ളപ്പോൾ ഒരു വീട്ടിൽ അവർക്കൊരു അസുഖം വന്നു, അവർക്ക് ഈ ചൂട് പറ്റത്തില്ല, ചൂട് കൊള്ളാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് പറയുന്നില്ല, പേര് പറയാൻ സ്ഥലം പറയാൻ പറ്റും, പെരുമ്പാവൂർ ആ വീട്ടിൽ ഒരു AC വെച്ച് കൊടുത്തു. ഒന്ന് ആലോചിക്കണം, അവർക്ക് ചൂട് കൊള്ളാൻ പറ്റില്ല, ആ അസുഖം അവരുടെ അങ്ങനെ. അപ്പോൾ അവർക്ക് AC വെച്ച് കൊടുത്തു, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇതാണ്. പിന്നെ സുരേഷ് ഏട്ടൻ നല്ല ഭക്ഷണം ഇഷ്ടമാണ്. ഭക്ഷണം അയ്യോ, സുരേഷ് ഏട്ടൻ ഭക്ഷണം കഴിക്കുന്നത് കാണണം. ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ സുരേഷ് ഏട്ടൻ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോഴേ നമുക്ക് തന്നെ തോന്നും നമ്മൾ അറിയാണ്ട് കഴിച്ചു. പുള്ളി ഒരു കോമ്പിനേഷൻ ഉണ്ട്, എന്നെ ഒരു പഠിപ്പിച്ച രസകരമായ കോമ്പിനേഷൻ. മസാല ദോശയൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മൾ ചട്നി സാമ്പാർ, പുള്ളി അതിൻ്റെ കൂട്ടത്തിൽ തൈരും കൂടെ ഒഴിക്കും. ഒരിക്കലും നോക്കണം കേട്ടോ, അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യ എനിക്ക് അങ്ങനെ തന്നിട്ടുള്ളത് പിന്നെ അഡ്വാനിജിയാണ് എൻ്റെ ഓർമ്മയിൽ. അഡ്വാനിജ് ഞാനിങ്ങനെ പണ്ട് കുറേ വർഷങ്ങളായി എന്തോ കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചപ്പാത്തി ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടു, അഡ്വാനിജ് മഹാരഥന്മാരല്ലേ, നമ്മൾ കൊച്ചു പിള്ളേർ. അപ്പോൾ എന്തോ ഒരു ഭോപ്പാലിൽ വെച്ചിട്ടാണ് എൻ്റെ ഓർമ്മ. പുള്ളി അതിങ്ങനെ മുറിച്ച് തന്നിട്ട് ഈ ഖാലോ ബേട്ടാന്ന് അതിട്ട് അച്ഛാ ഹേ ഇസ്കാ അഡ്വാനിജിയാണെന്ന് പറഞ്ഞത്, ഭോപ്പാലിൽ വെച്ച്. വർഷം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സുരേഷ് ചേട്ടന് അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുഴച്ച് പുള്ളിയുടെ കൈ കൊണ്ട് കുഴച്ചിട്ട് പുള്ളി എനിക്ക് തന്നു. നോക്കൂ, ആ മനുഷ്യൻ ഇങ്ങനെ കുഴച്ച് തരികയാണ്. അതേപോലെ എനിക്ക് കുഴച്ച് തന്നൊരാളുണ്ട്, ഒരു ഷെഫ് നടന്നാവും, പുള്ളി ഇതുപോലെ കുഴച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചില ആളുകളെ കാണാം. ഡോക്ടർ CK രാമൻ, ഇന്നലെ ഞാൻ ഡോക്ടർ CK കണ്ടു. CK പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ മുത്തുവിൻ്റെ പോസ്റ്റർ കണ്ടു റോട്ടിൽ. ഞാൻ അത്ഭുതമായി. 99 ആണേ, 100 ആണ്. പുള്ളി കൊച്ചി നഗരം കാണാൻ പോണു കാറിൽ ഇരുന്നിട്ട് റൗണ്ട് അടിക്കാനേ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ആ പ്രായമാകുമ്പോൾ എനിക്കും അതേപോലെ തന്നെയാവും. കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊന്നും കൊച്ചിയില്ല. സാനുമാഷ് ഇറങ്ങാത്ത കൊച്ചിയിൽ പരിപാടി ഒരു ദിവസം രാത്രിയാകുമ്പോൾ എന്നെ വിളിക്കും, വൈകിട്ട് ഒരു പരിപാടി ഇല്ലാത്ത. കഴിഞ്ഞ ഓണത്തിന്, അതാണ് ഭയങ്കര സങ്കടകരമായി, ഈ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ഓണത്തിൻ്റെ അന്ന് ഒരു 3 സദ്യ കഴിഞ്ഞപ്പോൾ എന്നെ 4 മണിക്ക് നമുക്കൊന്ന് ആകാശം കാണാൻ പോകേണ്ടിരുന്നു. അപ്പോൾ എനിക്ക് കാറില്ല, എനിക്ക് സ്കൂട്ടറേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഞാൻ പറഞ്ഞു സാനുമാഷിന് എന്നെ വണ്ടി വിട്ടു വന്ന് ഞങ്ങളുടെ DH ഗ്രൗണ്ടിൽ 1 മണിക്കൂർ ഇറങ്ങി. അതാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ്, ഈ കഴിഞ്ഞ ഓണത്തിന് തൊട്ട് മുന്നേ. പിന്നെ ഏറ്റവും രസകരമായ കോമഡി ഉണ്ട്, പുലിപുരികം കാണാൻ പോയി. ഈ മാഷ് മമ്മൂക്കയുടെയും മറ്റേ മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ ആരാധകനാണ്. അപ്പോൾ ഇപ്പോഴല്ലോ 3-4-5 വർഷം പുലിപുരികം വന്ന കവിത തിയേറ്ററിൽ ഞങ്ങൾ സിനിമ പ്ലാൻ ചെയ്തു. സാനുമാഷ്, ഡോക്ടർ CK രാമചന്ദ്രൻ, ഞാൻ. ഇത് 92 വയസ്സ് ഇരിക്കുന്നവരാണ്. അവർ ടിക്കറ്റ് കാശ് മേടിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ വരുന്നത് കൊച്ചിയുടെ മഹാരഥം. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ആ സിനിമ ഒരു തവണ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ക്ലിയർ പിക്ചർ കിട്ടിയില്ല. എനിക്ക് സിനിമ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഈ സേവനത്തിൽ നമ്മുടെ ഫീൽഡ് വേറെ ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 60-65 വയസ്സ് കുറേ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇരുന്ന് കാണണം, മമ്മൂക്കയുടെ, മോഹൻലാലിൻ്റെ, സുരേഷ് ഏട്ടൻ്റെ ഒക്കെ സിനിമ. അപ്പോൾ ചേട്ടാ ഈ RSSലേക്കാണോ ആദ്യം വന്നത്, അതിനുശേഷമാണോ പിന്നെ BJP-യിലേക്ക് പോയത്? അതെ, ഞാനൊരു സ്വയം സേവനായിരുന്നു. അന്ന് എൻ്റെ ഈ ഏരിയ അറിയപ്പെടുന്നത് മോസ്കോ എന്നാണ്. മോസ്കോ. ഓ, അതെന്താ അങ്ങനെ? എന്ന് വെച്ചാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ഈ സിറ്റിയിൽ അടിത്തറ കൊടുത്തൊരു ഒരു സ്ഥലമാണത് രവിപുരം. മറ്റേ ഞാൻ താമസിക്കുന്ന കലൂര്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പാർട്ടി സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുമുണ്ട്, അതോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രഗത്ഭരായ ആളുകളുണ്ട്. ഈ തട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വലിയ ഒരു ഫേമസാണ്. അവിടെ നിന്നാണ് RSSൻ്റെ ഒരു പ്രവർത്തകൻ, അതായത് ശാഖയിൽ പോകും ഇവിടെ വൈലോപ്പള്ളി, തറവാടിൻ്റെ അടുത്ത് വൈലോപ്പള്ളി ഒരു സ്ഥലമുണ്ട്. എത്രാമത്തെ വയസ്സിലായിരുന്നു? ഞാനത് 11 പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള 3 പേരുള്ളൂ ഞങ്ങൾ.
എൻ്റെ വൈലോപ്പിള്ളിയിലെ എൻ്റെ പ്രശാന്ത്. എനിക്ക് മുന്നേ വന്നതാണ്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഒരുമിച്ചാണത് ഒരു. പക്ഷെ അന്ന് ഞങ്ങൾ പുറത്തൊന്നും അറിയാം. അന്നത്തെ കാലം നമ്മൾ കണ്ണൂർ പറയുന്ന പോലെയാണ്, കണ്ണൂർ പോലെയാണ് പറഞ്ഞാൽ അപ്പോൾ ഇടിയ അങ്ങനത്തെ ഒരു കാര്യം. അപ്പം ഞാൻ പിന്നെ ആരോടത്തും ചേട്ടാന്നൊക്കെ വിളിച്ച് ചോദിക്കണം, നമ്മളൊന്നും അങ്ങനെ ഇരിക്കില്ല. വളരെ സ്നേഹത്തോടെയാണ്. പിന്നെ എൻ്റെ അച്ഛനും വളരെ സൗഹാർദ്ദത്തോടെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും വളരെ സൗഹാർദ്ദത്തോടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അപ്പോൾ എനിക്ക് മനസ്സിലായി സൗഹാർദ്ദങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഒരു പക്വതപ്പെടുത്തിയെങ്കിൽ സംഘർഷങ്ങളുണ്ടാവില്ല. അതിനൊരു തെളിവാണ് ഈ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ്. അങ്ങനെ എല്ലാവർക്കും സ്ട്രോങ് രാഷ്ട്രീയമുണ്ട് ഇവിടെ. പക്ഷേ വ്യക്തിബന്ധങ്ങൾ വളരെ ഇത്രയും നന്നായിട്ട് പുലർത്തിയ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകളോട് ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു എല്ലാ ആളുകൾക്കും. അപ്പോൾ പരസ്പരം സഹകരിച്ചും എന്നാൽ ഐഡിയോളജിയിൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോൾ അതിലൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് ഈ ഡിവിഷനിൽ. അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ പറയാതിരിക്കുന്നതല്ല, ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ സങ്കടം വന്നിട്ടുണ്ട്. കാരണം ഞാൻ പലപ്പോഴൊക്കെ ഞാൻ അന്നത്തെ മത്സരിച്ചപ്പോൾ ഞാനിതുപോലെ രാവിലെ 7 മണിക്ക് വോട്ട് തുടങ്ങുകയാണ്. ഞാൻ 6 മണിക്ക് ബൂത്തിൽ 2005 എൻ്റെ ഓർമ്മ. ഞാൻ കോർപ്പറേഷൻ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ എൻ്റെ പ്രായം നോക്കി ഈ ബോർഡ് കെട്ടിയിട്ട് ഞാൻ തന്നെ ഇറങ്ങി കുളിച്ച് വന്നിട്ട് വേണം. അപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി രാവിലെ മോർണിംഗ് വാക്കിന് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ട് പോയിട്ട് തിരിച്ച് അദ്ദേഹം വരാം. അപ്പോൾ ഞാൻ രാത്രി തൊട്ട് ബൂത്ത് കെട്ടിക്കൊണ്ടിരിക്കുക. 5-8 ബോർഡുകൾ ചുമന്ന് ഈ ഫ്ലക്സ് വെക്കണമല്ലോ സ്ഥാനാർത്ഥിയുടെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് പോളിംഗ് ബൂത്തിൻ്റെ കുറേ ദൂരം വെക്കണം. അങ്ങനെ വെച്ചിട്ട് വരികയാണ്. പക്ഷെ ഇന്ന് ആ കണ്ണീരുകളൊക്കെ എനിക്ക് പറയുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലാവും. അപ്പോൾ ഇന്നത് മാറി. ഇന്ന് എൻ്റെ പ്രസ്ഥാനം, എൻ്റെ പ്രവർത്തകർ വലിയ സ്ട്രെങ്ത്. ഈ പൊതുപ്രവർത്തകനായപ്പം ഏറ്റവും കൂടുതൽ മറക്കാനാവാത്തൊരു അനുഭവം എന്താണ് ജീവിതത്തിലുള്ളത്? എനിക്ക് ഒരുപാട് അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഹൃദയസ്പർശിയായ ഒരുപാട് അനുഭവമുണ്ട്. അത് ചിലപ്പോൾ ഞാനൊരു ദിവസം ഒരു ബുക്കായിട്ട് എഴുതേണ്ടി വരും. ചില കാര്യങ്ങൾ രഹസ്യമാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ജീവിതത്തെ ബാധിക്കും. ഇപ്പോൾ പൊതുപ്രവർത്തനത്തിൽ വന്നപ്പോൾ പല കുട്ടികളുടെ വിദ്യാഭ്യാസം, അത് എനിക്ക് ആശ്രമമുണ്ട്, ശ്രീരാമകൃഷ്ണാശ്രമം. മുരളിച്ചേട്ടനുണ്ട്, മറക്കാൻ പറ്റാത്ത ഒരാളാണ്. അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കണ്ടു. ഈ ഗ്രാമങ്ങളിൽ പോകും. ഞാൻ പീഡിക്ക് പഠിക്കുമ്പോൾ എന്നെ കടമക്കുടിയിലൊക്കെ കൊണ്ടുപോകും, പാവപ്പെട്ട ആളുകളുടെ കോളനിയിൽ. അപ്പോൾ അവരെ കൊണ്ടുപോയി നമസ്കാരം യെസ് അവരെ ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അന്ന് ഞാൻ ഇവരോടൊപ്പം കടമക്കുടിയിൽ വഞ്ചിയിലൊക്കെ പോകും, പാവങ്ങളായ ആളുകളുടെ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. അപ്പോൾ ഈ ബ്രോക്കൺ ഫാമിലി കുട്ടികളുണ്ടാവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കേട്ടോ. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ. ഇപ്പോൾ അതിനുശേഷം അത് രണ്ടാമത്തെ കാര്യം കൂടെ പറയണം, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ മോദിജിയുടെ സ്കീം. അപ്പോൾ എൻ്റെ ആശ്രമത്തിൽ അത് 90കളിൽ നടപ്പിലാക്കുന്നുണ്ട്. 91 ഞാൻ പീഡിയിൽ മുരളിച്ചേട്ടൻ സ്വച്ഛ് ഭാരതായി, രണ്ടാമതായി അതെ ബേട്ടി പഠാവോ. മുരളിച്ചേട്ടൻ, KG വേണുവേട്ടൻ ഒക്കെ ഉണ്ട് അന്നത്തെ. അപ്പം വിലീച്ചൻ, പണ്ട് SRK മേനൻ, അങ്ങനെ പിന്നെ ബാലൻകൊച്ച് മാനുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനി. പിന്നെ ഇന്ന് പേര് ജസ്റ്റിസ് ഭാസ്കരേട്ടൻ ഉൾപ്പെടെയുള്ള മരണപ്പെട്ടു പോയ നമ്മുടെ ജസ്റ്റിസ് പഴയ ഓംബുഡ്സ്മാൻ രാധാകൃഷ്ണ മേനോനൊക്കെ. അപ്പോൾ എന്നെയൊക്കെ രൂപപ്പെടുത്തിയതിൽ കേശവേട്ടനുണ്ട്. അതൊക്കെ പ്രധാന പങ്ക് വഹിച്ചു. കാരണം ഞാൻ വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഇത്രയുള്ള മഹാരഥന്മാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയതാണ്. അവരുടെ പ്രവർത്തികളൊക്കെ കണ്ട് മനസ്സിലാക്കാനും പറ്റും. അതെ അതെ, കാരണം ക്വാളിറ്റിയാണ് എൻ്റെ ക്വാളിറ്റി. നമ്മളത് കണ്ട് ഇവിടെ പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുല്ലപ്പൂഴും കൂടി ഏറ്റുകിടക്കാം, കല്ലിനുണ്ടാവും. പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ട് മത്സരിക്കാനായിട്ട് ഇപ്പം ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്നത് ഏത് വർഷമായിരുന്നു? ഞാൻ 2005 എൻ്റെ ഓർമ്മ കേട്ടോ. ആ വർഷം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 2011 നിയമസഭയിൽ അത് അതിൻ്റെ രസം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ആ മത്സരത്തിന് തൊട്ട് മുന്നേ ഒരാഴ്ച മുന്നേ നരേന്ദ്രമോദിജിയെ കാണുകയാണ്. ആദ്യമായിട്ട് കാണുവാണോ? അല്ല, അദ്ദേഹത്തെ 98 ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാബുച്ചേട്ടൻ്റെ വീട്ടിലൂടെ പോയിട്ടുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ല, ഇതിൽ വന്നപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിട്ട് ബാബുച്ചേട്ടൻ്റെ ഒരു വീട്ടിൽ പോയിട്ടുണ്ട് അവിടെ. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ്. അതെ അതെ അതെ, അന്ന് മൂന്നേട്ടനാണ്. അപ്പം നമുക്കന്ന് അറിയില്ലല്ലോ, കാരണം അവർ വലിയൊരു സംഭവമാണ്. അപ്പോൾ അന്ന് പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, വീക്ഷിക്കുന്നത് 2001 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. പിന്നെ 2005 തൊട്ട് ഞാൻ നമ്മുടെ പത്രത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് കുമ്മൻ രാജേട്ടൻ നിൽക്കുന്ന സമയത്ത് പത്രം ജന്മഭൂമി അതിൻ്റെ ആവശ്യങ്ങൾക്ക് പോകാറുണ്ടായിരുന്നു. ഞാനും രാമാമൃതം മണിച്ചേട്ടൻ, കാളിയപ്പ എന്ന് പറയും മണിച്ചേട്ടൻ, ഞങ്ങൾ പോകും. അപ്പോൾ ഗുജറാത്തിൽ പോകും. അന്ന് പിന്നെ അവിടെ ഡോക്ടർ ജയചന്ദ്രൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടർ ജയചന്ദ്രനെ കൂട്ടിയിട്ട് അദ്ദേഹം ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ മോദിജിയെ കാണാൻ പോകുന്നു. മോദിജി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം അപ്പോൾ അന്ന് എൻ്റെ ബർത്ത്ഡേ, രസകരമായ സംഭവം കൂടെ പറയാം. വളരെ അതാണ് നമ്മൾ ടച്ചിങ് ചോദിച്ചത്.
മോദിജി ഒരു 5-ാം തീയതിയാണ്, മെയ് മാസം 5-ാം തീയതി. അപ്പോൾ മെയ് 5 ചേട്ടൻ്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ അതും കൂടി ഉണ്ട്. 5-ാം തീയതി 5-ാം മാസം. ഓഹോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. 5-ാം തീയതി വൈകിട്ട് 5 മണി, 5 മണിക്ക്. ഇനിയും വേറെ രസം കൂടെ പറയാം. 55 എൻ്റെ 5-ാം തീയതി 5-ാം മാസം. 55 വർഷം പറയില്ല കേട്ടോ, എൻ്റെ പ്രായം വർഷവും അതിപ്പോൾ ആർക്കാലും ഗസ് ചെയ്തെടുക്കാൻ അത് ഉണ്ടാവും, മറ്റേ ഇതിലുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ സെക്രട്ടറി കണ്ടു. ഞാൻ പറഞ്ഞു, സെക്രട്ടറിയോട് പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട്, എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞല്ലോ എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മോദിജിയുടെ അന്നത്തെ കാലം അടുത്ത ആൾ. എനിക്ക് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് എൻ്റെ പിറന്നാളാന്ന് പറഞ്ഞു. എൻ്റെ പിറന്നാളാന്ന് പറഞ്ഞു. കൃത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു 5:55, 5:50 അങ്ങോട്ട് 5-ാം നില, 5:55 നില എന്നെ വിളിക്കുന്നു. ഇവിടെ അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തു വിടുന്നു, ഒരു കുറിപ്പ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കിത് കാണണം. അപ്പോൾ എൻ്റെ ലൈഫിലെ ജീവിതത്തിൽ ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷം ഗുജറാത്തിലാട്ടോ. പുണ്ടറിക് റാവത്ത് എന്ന് പറഞ്ഞ ഫാമിലി, അവരുടെ ഫാമിലിയിൽ വെച്ചിട്ട് ചെല്ലുന്നു, കത്തുന്നു. ഞാനും മനുഷ്യൻ ഭൂമി കയറുന്നു. പുള്ളി ഇങ്ങനെ ഇരിക്കുക. ആ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഛത്രപതി ശിവജി കുതിരയിലിരുന്ന് പോകണ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടാൽ തന്നെ തോന്നും ആ ഫിഗറാണ്. ഇപ്പം നമ്മളിവിടെ പറയാനുണ്ട് മന്നത്ത് അദ്ദേഹത്തിനെ പറഞ്ഞ പുരുഷ കേസരി എന്ന് പറയുന്നത്. അങ്ങനെ ചില ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുദേവൻ്റെ ഇദ്ദേഹത്തിന് അങ്ങനെ ഇതൊരു ഒരു സിംഹമില്ലേ, ആ കാഴ്ചപ്പോഴും നമസ്കാരം ഇങ്ങനെ ഇരിക്കുക. ആദ്യം ചോദിച്ചെന്നറിയോ, എനിക്കൊരു പുഷ്പം തരികയാണ്. ആലോചിക്കണം, പുഷ്പം തരുന്ന ജന്മദിനാശംസകൾ ഹിന്ദിയിൽ പറയണം. ഞാൻ ഞെട്ടിപ്പോയി, ഫ്ലാറ്റായി പോയി. കാരണം ഇതെങ്ങനെ അറിഞ്ഞു? അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒന്ന് കത്തി നിൽക്കുന്ന ഗുജറാത്തിലെ CM അല്ലേ, നേരെ എന്നെ വിളിച്ച് തരുന്നു. അടുത്ത ചോദ്യമാണ് എന്നെ ടച്ച് ചെയ്യിക്കുന്നത്. കണ്ണൂരിൽ നമ്മുടെ പ്രവർത്തകർ എങ്ങനെയാണ്? ഹിന്ദിയിൽ ഇതൊക്കെ അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ കാര്യങ്ങൾ. കണ്ണൂർ അമാരെ ലോക് കൈസാ ഹെ, അദ്ദേഹം ചോദ്യമാണ്. അദ്ദേഹം വികാർ തന്നെ. അപ്പോൾ അത്രമേൽ അദ്ദേഹം അന്നോട്ട് കേരളത്തെ ശ്രദ്ധിക്കുന്നു, വാച്ച് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സബ് ठीक हो जाएगा, एक दिन आ जाएगा, सब दिन ठीक हो जाएगा, सबको खुशी मिलेगा. എനിക്ക് ഫ്ലോ ഓർക്കുന്നുണ്ട്. सबको खुशी मिलेगा, ആനന്ദ് മിലേക, അദ്ദേഹത്തിൻ്റെ പദങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു ഒപ്പ് വേണമെന്ന് പറഞ്ഞു. ഓട്ടോഗ്രാഫിൽ വേറെ പോലില്ല. അപ്പോൾ ഈ പ്രസ് ക്ലബിൻ്റെ ഡയറിയാണിത്. ഇങ്ങനെ സ്ക്വയർ ഇങ്ങനെ അതെടുത്ത് പുള്ളി. അപ്പോൾ മോളിൽ സാധാരണ എല്ലാവരും താഴെയല്ലോ ഒപ്പിടുള്ളൂ. പുള്ളി എത്ര ബുദ്ധിയാന്ന് നോക്കണോ. കാരണം ഒപ്പിട്ടാരെ ഇന്നത്തെ കാലത്ത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. പുള്ളി ഏറ്റവും ടോപ്പിലിട്ടു. അത് ഞാൻ അമൂല്യമായിട്ട് സൂക്ഷിച്ചു. അത് എൻ്റെ ഇന്ന് ആരോ എടുത്തോണ്ട് പോയി എവിടെ നിന്നറിയാം. കാരണം മോദിച്ച് ഒപ്പാണ്. ഇതേപോലെ നഷ്ടപ്പെട്ട അഡ്വാൻറ്റേജിൻ്റെ ഒരു പരിപാടിയാണ്, മൈ കൺട്രി മൈ ലൈഫ് ബുക്ക് വെച്ച്. അപ്പോൾ മമ്മൂക്കയാണ് വന്നത്. മമ്മൂക്ക അതിൽ അഡ്വാൻറ്റേജ് എനിക്കൊരു ഒപ്പിട്ട് തന്നൊരു പുസ്തകം ഉണ്ട്. അതിൽ അഡ്വാൻറ്റേജ് ആ ബുക്കിൽ അദ്ദേഹം ഒപ്പിട്ട് ബേട്ട അങ്ങനെ എന്താ ഒപ്പിട്ട് അത് പോയി. അത് ചോദിച്ചിട്ട് തന്നെയില്ല ഒരാൾ. ഇത് കേട്ട ആളെന്ന് എനിക്ക് തരണേ. ഇത് എനിക്ക് അത് നഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ ചോദിച്ച് ഇടിച്ച് മേടിക്കാനൊന്നും അറിയില്ല, തല്ലു പിടിച്ചിട്ട്. ഞാനിപ്പോൾ അത് റിക്വസ്റ്റ് ചേട്ടാ ആ ബുക്ക് എനിക്ക് തരുമെന്ന്. കാരണം അത്ര ഒപ്പിട്ടാണ് ഈ രണ്ടാമൂല്യം. കാരണം അദ്വാനിജിയും എന്നെ കാണാൻ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി എൻ്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ. ഞാൻ കാണാത്ത ഇപ്പോഴത്തെ ചരിത്രത്തിൽ ഒരാളാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിന് എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ എൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുട്ടി, എനിക്ക് അത്ര ഓർമ്മയില്ല. അല്ല ചേട്ടാ, ഈ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? അല്ല, അന്ന് അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കല്ലേ, ഡോക്ടർ ജയചന്ദ്രൻ അവിടെ ജന്മഭൂമിയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇങ്ങനെ കണ്ടുവന്നു. പിന്നെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് എവിടെ ചെന്ന് 1-2 കണ്ടപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ 2 ഇടി എനിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടിയ കൈസാഹേ അങ്ങനെ ചോദിക്കും. പിന്നെ നമ്മൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയായപ്പോൾ ഞാനൊരു മൂലക്കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തെ കാണില്ല. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്
അത് അതെന്നെ തകർത്ത് കളഞ്ഞ സംഭവമാണ്. തകർത്തെന്ന് വെച്ചാൽ ഞാൻ ജയപ്രകാശ് നഡ്ഡാജി അദ്ദേഹം വന്നിറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ മുത്തു കഹാ എന്ന് ചോദിക്കും, വേർ ഇസ് മുത്തു എന്ന് ചോദിക്കും. അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നിരുന്നു. ഞാൻ 2-3 മാസം മുന്നേ, ഹൗ ആർ യു മുത്തു എന്ന് ചോദിച്ചു. ഞാൻ ഐ എം ബ്ലെസ്ഡ് ബിക്കോസ് എ ഗ്രേറ്റ് ലീഡേഴ്സ് ലൈക്ക് യു കോൾ മി എ സ്മോൾ പേഴ്സൺ. ഞാൻ വളരെ ഞാൻ കോഴിക്കോട് വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ വലിയ ലീഡേഴ്സൊക്കെ പോയി. ഞാൻ പയ്യനെ എനിക്ക് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം, വേറെ സോഷ്യൽ പ്രവർത്തനമൊക്കെ പോകാനൊക്കെ ഞാനിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു. പക്ഷെ എന്നെ അനുവദിക്കാറില്ല, സമ്മതിക്കാറില്ല. ഞാനിങ്ങനെ മാറി നിന്നപ്പോൾ നഡ്ഡാജി ഇങ്ങനെ നടന്നു വന്നു. അപ്പം പ്രിയപ്പെട്ട മുരളിച്ചേട്ടനുണ്ട്. മുരളിച്ചേട്ടനെ എനിക്ക് നടന്നു പോയപ്പോൾ ഞാൻ ഒതുങ്ങി നിൽക്കാണ്ടോ, കാരണം വലിയ സീനിയേഴ്സ് മുകളിലിരിക്കുമ്പോൾ ഞാൻ മാറി നിന്നു. അപ്പോൾ മുരളിയേട്ടൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ മുരളിയേട്ടനോട് ഒരു വലിയ സ്നേഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പര സ്നേഹമുള്ളതാണ് ഈ മുരളിയേട്ടൻ. എല്ലാ ലീഡേഴ്സും അങ്ങനെയുണ്ട്. കൃഷ്ണദാസോട്ടൻ ഉൾപ്പെടെ എൻ്റെ ആദർശം ഉൾപ്പെടെ ഞങ്ങൾ വ്യക്തിപരമായി എല്ലാവരും അത്ര സ്നേഹമുള്ളവരാണ്. പിന്നെ ഞാൻ എങ്ങനെ അവരുടെ അടുത്തും പ്രകടിപ്പിക്കാറില്ല, അവരെൻ്റെ അടുത്തും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ വിളിച്ച് രാജഗോപാൽ വിളിച്ചു, ഇത് കണ്ട നഡ്ഡാജി മുത്തു ചോദിച്ചു. അപ്പോൾ ഞാൻ വാസം വെച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം ചേർത്ത് വിളിച്ചു, आपको याद है कितना दोष आपने मुझे खिलाया, याद है आपको, आपने सोचा था हम भूल गया. ഒരു ഇന്ത്യയുടെ ഒരു പാർട്ടിയുടെ പ്രസിഡൻറ്റ് ചോദിക്കുകയാണ്, ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ പ്രസിഡൻറ്റ്. ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു പാർട്ടിയുടെ പ്രവർത്തകൻ. എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ മറന്നു നീ, എന്നിട്ട് പുള്ളി പറയാണ്, നീ വിചാരിച്ചത് ഞാൻ നിന്നെ മറന്നു എന്നല്ലേന്ന്. അത് വെച്ച് ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ ഒരു മുതലെടുപ്പിന് ഞാൻ പോയിട്ടില്ല. കേന്ദ്രത്തിലുള്ള ആളുകളുമായിട്ടും നല്ല ബന്ധമാണ്. നിർമ്മല സീതാരാമൻ ഏറ്റവും അടുത്ത ബന്ധം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയോ, ഇപ്പോൾ ഇല്ല, ഉണ്ടെങ്കിൽ സന്തോഷമായിരുന്നു സുഷമ സ്വരാജ്. ഒരിക്കൽ പ്രസ് ക്ലബ്ബിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇലക്ഷൻ മത്സരിക്കുകയാണ്, മൈ സ്വീറ്റ് MLA എന്ന് പറഞ്ഞു എന്നെക്കുറിച്ച് പറഞ്ഞത്. മൈ സ്വീറ്റ് MLA അങ്ങനെ പറഞ്ഞു. പിന്നെ നിർമ്മല ഉണ്ട്, നിർമ്മലാജി സ്പോക്സ് പേഴ്സൺ ആയിരിക്കുമ്പോൾ ഞാൻ നിർമ്മലാജിയെ വിളിക്കും. നിർമ്മലാജി അത് ഇങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നിർമ്മലാജി അറിയാലോ, ഞങ്ങളുടെ സ്ട്രൈറ്റ് ആയിട്ട് കണ്ടു. ഞാനാണെങ്കിൽ എല്ലാം ചിരിച്ചുകൊണ്ട് പറയുന്ന ആളാണ്. എത്ര ദേഷ്യം വന്നാൽ ഞാൻ എത്ര കൂടുതൽ ചിരിക്കത്തുള്ളൂ. അപ്പോൾ നിർമ്മലാജി ഉണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത മൻസുഖ് മാണ്ഡവ്യജി, അർജുൻ റാം മേഘ്വാൾ, അങ്ങനെ എല്ലാ ആളുകളും. പിന്നെ ബിനോയ് വിശ്വം ഞാൻ കടത്തു വന്നത് സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഒന്നിച്ച്, ഞങ്ങൾ പരിപാടിക്ക് വന്നതാണ്. അങ്ങനെയാണ്. പിന്നെ ആലഞ്ചേരി പിതാവ്, അലക്സ് വടക്കുന്തല പിതാവ്, സ്റ്റീഫൻ പിതാവ്, അങ്ങനെ സൗഹാർദ്ദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ മമ്മൂക്ക, ലാലേട്ടൻ, മമ്മൂക്കായിട്ടൊക്കെ അടുത്ത ബന്ധമാണ്. ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ. രണ്ടും നിങ്ങൾ ചോദിച്ചു മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഇഷ്ടമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും. ഓഹോ, രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. നിങ്ങളുടെ വലത് കണ്ണാണോ നല്ലത്, ഇടത് കണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുക, എന്ത് പറയും. അതെ, അല്ല ഇത്രയും ബന്ധങ്ങൾ, അച്ഛനാണോ അമ്മയാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളൊന്ന് കുടുങ്ങിപ്പോവും. പറഞ്ഞു വരുമ്പോൾ അമ്മ ആയിരിക്കും നമ്മൾ പറഞ്ഞു. പക്ഷെ നമുക്ക് അച്ഛനില്ലെങ്കിൽ അമ്മയില്ല, അമ്മയില്ലെങ്കിൽ അച്ഛനും ഇല്ല, ഞാനും ഇല്ല. ഇതാണല്ലോ.